ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, സെപ്റ്റംബർ 18 വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയുടെ തിരുനാൾ ദിനം. 1603 ജൂൺ 17 ഇറ്റലിയിലെ കുപ്പർത്തീനോ ഗ്രാമത്തിൽ ചെരിപ്പൂത്തിയുടെ മകനായി പിറന്ന കുഞ്ഞ് 8-ാം വയസ്സ് മുതൽ ദൈവത്തിൽ നിന്ന് സമാധി അനുഭവം ഉണ്ടായി തുടങ്ങി. അതുകൊണ്ട് തന്നെ മണ്ടൻ, വാപുളിയൻ എന്നൊക്കെയായി വിളിപ്പേര്. ആ കാരണം കൊണ്ട് തന്നെ യുവാവായപ്പോൾ ഫ്രാൻസിസ്കൻ ആശ്രമത്തിലും കപ്പുച്ചീൻ ആശ്രമത്തിലും പ്രവേശന അനുമതി നിഷേധിക്കപ്പെട്ടു. എങ്കിലും ലാ ഗ്രോട്ടല്ലെ എന്ന സ്ഥലത്തുള്ള ഫ്രാൻസിസ്കൻ ആശ്രമത്തില് കന്നുകാലി നോൽക്കുന്ന ജോലി അദ്ദേഹത്തിന് ലഭിച്ചു. ആ വിശുദ്ധിയും പ്രാർത്ഥനാ ചൈതന്യവും ഒക്കെ കണ്ടിട്ട് അദ്ദേഹത്തെ വൈദികനാകാൻ അനുവദിച്ചു. അങ്ങനെ 25-ാം വയസ്സിൽ വൈദികനായി. ദൈവിക വിജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ്, പരഹൃദയജ്ഞാനം, പ്രവചനപരം, വായുവിൽ ഉയർന്ന് പറക്കാനുള്ള കഴിവ്, ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ച ദൈവിക അനുഗ്രഹങ്ങളാണ്. ഒരിക്കൽ ഒലിവ് മരക്കൊമ്പിൽ അരമണിക്കൂർ പറന്നുയർന്നിരുന്ന് ധ്യാനിച്ച അവസരമുണ്ട്. നമ്മൾ യെശയ്യാ പ്രവചനം 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഒരു വർഷത്തിൽ 7 പ്രാവശ്യം 40 നൊയിമ്പ് സ്വീകരിക്കുന്ന ഒരു പതിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, നമുക്കും ജോസഫിനെ പോലെ ദൈവസ്നേഹത്തിൽ ജ്വലിക്കുന്നവരാകണ്ടേ. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവരിലും നിറയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.